രാഗിൻ, എവിടെയായിട്ടാണ് ഇപ്പോൾ റോഡ് ഇടിഞ്ഞത്? മഴയുണ്ടോ അവിടെ? ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പുലർച്ചെയാണ് ഈ റോഡ് ഇടിഞ്ഞിരിക്കുന്നത്. ചെമ്പുമുക്ക് ഭാഗത്താണ് റോഡ് ഇടിഞ്ഞിട്ടുള്ളത്. ചെമ്പുമുക്കത്ത് നിന്ന് അകത്തേക്ക് കിടക്കുന്ന റോഡാണിത്. അട്ടിപ്പേറ്റി നഗർ റോഡെന്നാണ് പറയുന്നത്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള റോഡാണിത്. ആ റോഡിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഇടിഞ്ഞു പോയിരിക്കുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഇടപ്പള്ളി തോടുണ്ട്. ആ ഇടപ്പള്ളി തോടിനോട് ചേർന്നുള്ള ഭാഗമാണ് പ്രധാനമായും ഇടിഞ്ഞിരിക്കുന്നത്. വലിയ തോതിൽ താഴേക്ക് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. തൊട്ടടുത്ത് സ്കൂള് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകേണ്ട ആളുകൾ അല്ലെങ്കിൽ അത്തരം ആളുകൾക്കൊക്കെ തന്നെ ഈ റോഡ് ഇടിഞ്ഞത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ താഴേക്ക് ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ മറ്റ് ചില ബിൽഡിങ്ങുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് ആശങ്കയുണ്ട്. ഈ തോട്ടിൽ ഒഴുക്ക് ശക്തമായിരുന്നു. ആ ഒഴുക്ക് ശക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഡ് ഇടിഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഈ തോടിനോട് ചേർന്ന് റോഡ് നിർമ്മിക്കുമ്പോൾ അത് ആ രീതിയിൽ പ്രദമാകണ്ടേ എന്ന ഒരു ചോദ്യവും ഇവിടെ ഉയരുകയാണ്. എന്തായാലും കൗൺസിലർ നമുക്കൊപ്പം ചേരുന്നു. ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ ഇത് ആദ്യമേ നമുക്ക് ദൈവാനുഗ്രഹം അത് ആദ്യമേ തന്നെ പറയണം. കാരണം അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത് നമ്മൾ ഈ 2-3 മാസമായിട്ടുള്ള ഈ തോടിൻ്റെ ഈ സംരക്ഷണ ഭിത്തി കെട്ടിയിട്ട്, പക്ഷേ ആ കെട്ടിൽ നിന്നൊരു കംപ്ലൈൻ്റ് ഇല്ല. പക്ഷേ ഈ പള്ളി കോമ്പൗണ്ട് വരുന്ന ഭാഗം താഴേക്കിരുന്നു. അതിന് കാരണം എടപ്പള്ളിത്തോട് കഴിഞ്ഞ ദിവസം വന്ന് ക്ലീൻ ചെയ്തായിരുന്നു. അത് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും JCBക്ക് ചെളി കോരിയപ്പോഴത്തേക്ക് അടിയിൽ കൂടി വെള്ളം പാസ് ചെയ്ത് പോയി ആണ് ഇങ്ങനെ ഈ ഭാഗം ഇടിയാൻ കാരണം. ഇനിയിപ്പോൾ എന്താണ് ഇതിനകത്തൊരു പ്രതിവിധി? ഇത് ഉടനടി റോഡൊന്ന് ശരിയാക്കാനുള്ള നടപടി ആയിട്ട് മുന്നോട്ട് പോകണം. കാരണം ജനങ്ങൾക്ക് വഴി വേണമല്ലോ. വഴിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. അല്ല, കുടിവെള്ളം ഇപ്പോൾ ഇല്ല, കറണ്ടും ഇല്ല. ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും ചെയ്യാനുള്ള നടപടി നമ്മൾ ഉടനടി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തന്നെ റെഡിയാക്കും എന്നുള്ളതാണ്. ഇത് മുനിസിപ്പാലിറ്റി കീഴിലുള്ള റോഡല്ലേ? മുനിസിപ്പാലിറ്റി കീഴിലുള്ള റോഡ്. ഈ തോടിനോട് ചേർന്ന് ശരിയാണ്, മഴയുണ്ട് അല്ലെങ്കിൽ ഒഴുക്കുണ്ട്, അതൊക്കെ ശക്തമാകുമ്പോൾ ഈ തോടിനോട് ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വേണ്ട വിധം ബലപ്രദമായി തന്നെ ചെയ്യേണ്ടേ, അല്ലെങ്കിൽ ബലം കൊടുത്ത് തന്നെ ചെയ്യേണ്ടേ? അത് ഒരു ഇല്ലാത്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലല്ലേ ഇതിങ്ങനെ പോയിരിക്കുന്നത്? അല്ല, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ചെയ്തേക്കണ പണി വളരെ വൃത്തിയിലും കൃത്യമായിട്ട് തന്നെ ചെയ്തേക്കണത്. കാരണം അത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ മുഴുവനും തോട്ടിലേക്ക് ഇടിഞ്ഞു പോയേനെ. പക്ഷേ ആ ഭാഗം ഒന്നും അങ്ങേറ്റം വരെ ഇങ്ങേറ്റം വരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതൊന്നും പോയിട്ടില്ല. അതിന് ഈ സൈഡ് ഇടിഞ്ഞപ്പോഴത്തേക്കാണ് അത് ഇങ്ങോട്ട് ചാഞ്ഞിട്ടുള്ളൂ. അവിടെ ആ ഒരു ഭാഗം മാത്രം നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പുറത്തെ ഭാഗമാണ് ഇടിഞ്ഞേക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടാണ്? പ്രത്യേകിച്ചും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തുള്ള സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അസിസി സ്കൂള്, പിന്നെ അതുപോലെ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്, വീട്ടുകാരുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇത് ഇങ്ങനെ കിടക്കണതുകൊണ്ട്. അടിയന്തരമായിട്ട് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് പുനഃക്രമീകരിക്കുക, അതാണ് ജനങ്ങളുടെ ആവശ്യം. ഏതാണ്ട് മാസമായിട്ടുള്ളൂ അല്ലേ ഇത്? 2 മാസം കഴിഞ്ഞിട്ടുള്ളത് പൂർത്തിയായിട്ട്. എന്നുവെച്ചാൽ ഇത് സംഭവിച്ചത് ഇന്നലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി JCB വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അരികൾ കൂടിയൊക്കെ JCB ഇട്ട് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോകും. അല്ലെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ചെയ്യണം, ഫയലിംഗ് ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. അത് പെട്ടെന്നുള്ള ഇതിനകത്ത് അങ്ങനെ ചെയ്ത് എന്നാലും ബലപ്പെടുത്തിയാണ് ചെയ്തത്. അത് ഈ JCBയുടെ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ സംഭവിച്ചേക്കണം. JCB വന്ന് വാരിയില്ലെങ്കിൽ ഇത് സുരക്ഷിതമായിട്ട് കുറേ ആളും കൂടി നിന്നേനെ. 100ഓളം ആൾക്കാരുണ്ട്, 150 ആൾക്കാർ ഫാമിലീസ് ഉണ്ട് ഇതിനകത്ത്. 1000ഓളം ആൾക്കാർ സ്കൂളിൽ പോകേണ്ട ചെറിയ കുട്ടികളുടെ അസുഖമുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ വഴിക്ക് ഇറങ്ങിപ്പോണോ അല്ലേ? അതെ. ഞങ്ങളിപ്പോൾ അർദ്ധരാത്രി ആയാലും ഞങ്ങൾക്ക് പോകാനായിട്ട് എളുപ്പമുള്ള വഴിയാണ്. ഒരു വഴിയേ ഉള്ളൂ. അല്ലെങ്കിൽ സ്കൂളിൻ്റെ കോമ്പൗണ്ട് വഴിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇത് കൺസ്ട്രക്ഷൻ ടൈമിൽ വീണ്ടും അവരെ ഡിപ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ സ്കൂൾ ടൈമിൽ പുറത്തേക്ക് പോകാനേ പറ്റത്തില്ല. ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഉള്ള അതിൽ തന്നെ 40 ഫാമിലീസ് ഉണ്ട്. അത്രയും ആൾക്കാർ. ശരി, കൊച്ചിയിൽ ചെമ്പുമുക്ക് അട്ടിപ്പറ്റി നഗറിലേക്കുള്ള റോഡാണ് ഇടിഞ്ഞിരിക്കുന്നത്. അവിടെയുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും ഈ നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കുള്ളിൽ തകർന്നു എന്നുള്ളതാണ് ഇതിൽ ആശങ്കപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്നത് എന്നുള്ള കാര്യമാണ് രാഗിൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.